Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 1 അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലെ മുഴുവൻ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ മലയാളം മീനിങ്ങുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റീഡിംഗ് ആൻഡ് മീനിങ്സ് നമ്മളിതിൽ പറയും. മലയാളത്തിൽ തന്നെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പം നമുക്ക് നോക്കിയാലോ. അവേഴ്സ് ആൻഡ് ഇയേഴ്സ്, അതിലെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സെൽമ ലാഗർലോഫിൻ്റേതാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. A few days ago, I was sitting in the train bound for Stockholm. It was early evening. There was little light in my compartment and none at all outside. My fellow passengers were dozing and I was very quiet listening to the rattling of the train. എന്താ പറയുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവര് ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്നറിയോ? നമ്മുടെ സൽമ ലാഗർലോഫ് തന്നെയാണ് ഇവിടുത്തെ ഈ നറേറ്റർ. അപ്പോൾ അവർ ട്രെയിനിൽ എവിടേക്ക് പോവാണ്? സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയാണ്. ആ ട്രെയിനിൽ അവർ ഇരിക്കുകയാണ്. ഒരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇവരുടെ കമ്പാർട്ട്മെൻറ്റിൽ വെളിച്ചം നല്ലോണം കുറവായിരുന്നു. ദർ വാസ് ലിറ്റിൽ ലൈറ്റ് ഇൻ മൈ കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇല്ലായിരുന്നു തീരെ. അതുപോലെ തന്നെ വെളിച്ചം ഒട്ടുമില്ല എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. പിന്നെ അതുപോലെ സഹയാത്രികരൊക്കെ ഉറങ്ങുമായിരുന്നു. ഇവർ വളരെ സൈലൻ്റ് ആയിട്ട് ട്രെയിനിൻ്റെ കിലുക്കം, ആ ഒരു റാറ്റ്ലിംഗ് ഉണ്ടല്ലോ, ട്രെയിൻ പോകുന്നൊരു സൗണ്ട്, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ഐ ബിഗൻ ടു തിങ്ക് ഓഫ് ഓൾ ദ അതർ ടൈംസ് ഐ ഹാഡ് കം അപ്പ് ടു സ്റ്റോക്ക്ഹോം. It had usually been to do something difficult, such as to pass examinations, and now I was coming to receive the prize in literature that too I thought would be difficult. അപ്പോൾ ഇവർ മുൻപ് സ്റ്റോക്ക്ഹോമിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വ്യത്യസ്തമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോയിട്ടുണ്ടായിരുന്നത് എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ടും പരീക്ഷകൾ വിജയിക്കാൻ വേണ്ടിയുമാണ് പോയത്. പക്ഷെ അതിനാണ് പതിവായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നൊബേൽ സമ്മാനം കിട്ടി അല്ലേ? സാഹിത്യത്തിനുള്ള നൊബേൽ, ലിറ്ററേച്ചറിലുള്ള നൊബേൽ പ്രൈസ് കിട്ടി. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അത് വളരെ ഡിഫിക്കൾട്ടാണ്. അതായത് ഇത് കിട്ടാൻ വേണ്ടി ഡിഫിക്കൾട്ടാണെന്ന് ആ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ആ എക്സാമൊക്കെ എഴുതുമ്പോൾ. പക്ഷെ ഇപ്പോൾ അവരതൊക്കെ കടമ്പയെല്ലാം കടന്ന് ഇപ്പോൾ എന്തായി? ആ ഒരു നൊബേൽ പ്രൈസ് കിട്ടി അവർക്ക് അല്ലേ? Deep within me, however, was a wondrous joy at receiving this prize. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. There were my good friends, my brothers and sisters, and first and foremost my old mother who, sitting back home, was happy to have lived to see this day. But then I thought of my father and felt a deep sorrow that he was no longer. അപ്പോൾ ഈ സമ്മാനം ലഭിച്ചതിൽ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗ്യത്തിൽ അവർ കൂടുതൽ അവരുടെ ഒരു വിജയത്തിൽ സന്തോഷിക്കുന്നവരെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. ആരൊക്കെയാണ് അവരുടെ ആ വിജയത്തിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു? ആരൊക്കെയാണ്? ഇവരുടെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ, ഇവരുടെ സുഹൃത്തുക്കൾ, ഇവരുടെ സഹോദരന്മാർ, അതുപോലെ തന്നെ ഫസ്റ്റായിട്ട് അവർ പറയേണ്ട അവരുടെ അമ്മ, ഓൾഡായി വയസ്സായ അവരുടെ അമ്മ, അതുപോലെ തന്നെ അവരുടെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ ഇല്ല, മരിച്ചു എന്നാണ് പറയുന്നത്. അച്ഛനിപ്പോൾ ഇല്ല. അതൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. I could not go and tell him that I had been awarded the Nobel Prize. അപ്പോൾ അച്ഛനിപ്പോൾ ജീവനോടെ ഇല്ല, അച്ഛനോട് പോയി എനിക്ക് നോബൽ പ്രൈസ് കിട്ടി എന്ന് പറയാൻ സാധിക്കില്ല. I knew that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. അപ്പോൾ ആരെക്കാളധികം അയാൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ ആരെക്കാളധികം ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തോട് പറയാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്ന് അവർ പറയുകയാണ്. All rustle and bustle ceased and the sound of the wheels became
a soothing, peaceful melody. The coaches no longer seemed to run on rails and sleepers, but to glide into space. എന്താണ്, എല്ലാ ബഹളങ്ങളും നിലച്ചു. കുറേ നേരം ഓടിക്കഴിയുമ്പോൾ അല്ല ചക്രങ്ങളുടെ ശബ്ദം മാത്രമാവും. അത് പിന്നീട് പതുക്കെ പതുക്കെയാവും. കോച്ചുകളെല്ലാം പാളങ്ങളിലൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യാത്തൊരു പോലെ ഓടാൻ തുടങ്ങും കുറേ കഴിയുന്ന സമയത്ത് അല്ലേ. ബഹിരാകാശത്ത് അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് എന്നാണ് പറയുന്നത്. I sat there and thought how much I should like to see my old father again. So light and soundless was the movement of the train that I could hardly imagine I was on this earth. And so I began to daydream. Just think, if I were going to meet father in paradise. I seem to have heard of such things happening to other people. Why then not to myself? The train went gliding on, but it had a long way to go yet, and my thoughts raced ahead of it. എന്താ പറയുന്നത്, അവരവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും ചിന്തിക്കുകയാണ്, അവരുടെ ആ ഓൾഡ് ഫാദറിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ ആ ഒരു സൗണ്ട് വരുന്നുണ്ട്, ലൈറ്റും സൗണ്ട്ലെസ്, പിന്നെ അതുപോലെ ചെറിയൊരു സൗണ്ട് മാത്രമേ ട്രെയിനിൻ്റെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർഡ്ലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നു, ആ ചെറിയൊരു സൗണ്ട് വരുന്ന സമയത്ത് ചെറിയൊരു പ്രകാശമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലാണെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്തൊക്കെയോ ഒരു ഇമാജിനേഷനിൽ അവർ പോവുകയാണ്. അവരൊരു ദിവാസ്വപ്നം കാണാൻ തുടങ്ങി. എന്താണ്, അവരുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവർ പാരഡൈസിലേക്ക് പോണ പോലെ അല്ലേ. അച്ഛൻ മരിച്ചു ഇപ്പോൾ. അപ്പം അച്ഛനെ കാണാൻ വേണ്ടി പരലോകത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്ക് ചെന്ന് അവിടെ പോയി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, കാണാൻ പോകുകയാണെങ്കിൽ, അങ്ങനെ എന്താ പറയുക, അവർ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ പലർക്കും നടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വൈ ദെൻ നോട്ട് ടു മൈസെൽഫ്, അപ്പോൾ എനിക്കും എന്തുകൊണ്ട് പോയിക്കൂടെ, എനിക്ക് സംഭവിച്ചുകൂടാ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ശേഷം എന്താണ്, തീവണ്ടി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചിന്തകൾ ഇങ്ങനെ അതിനും മുന്നിലോട് ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീവണ്ടി പോണതിന് മുന്നിലേ അവരുടെ ചിന്തകൾ ഓടുന്നുണ്ട്. ഫാദർ വിൽ certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. He will be reading of course. But when he sees me, he will put down his book, push his spectacles high upon his forehead, and get up and walk toward me. He will say, "Good day, my daughter. I am very glad to see you," or "Why you are here, and how are you, my child," just as he always used to do. അപ്പോൾ അച്ഛനെ പാരഡൈസിൽ കാണാൻ പോകുന്നതിനെ കുറിച്ച് ഇവർ ആലോചിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇനി അവർ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വരാന്തയിൽ ആടുന്ന കസേരയിൽ അച്ഛൻ ഇരിക്കുകയായിരിക്കും. ചുറ്റും സൂര്യപ്രകാശം, പൂക്കൾ, പക്ഷികളെല്ലാം നിറഞ്ഞൊരു പൂന്തോട്ടമായിരിക്കും. അദ്ദേഹം വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും. എന്നെ കാണുമ്പോൾ ആ പുസ്തകമെല്ലാം താഴെ വെച്ച്, പിന്നെ അതുപോലെ തന്നെ കണ്ണടയുണ്ടല്ലോ, കണ്ണടയൊക്കെ നെറ്റിയിൽ ഉയർത്തി വെച്ച് അതൊക്കെ മാറ്റി ശരിക്ക് വെച്ച് അവരെ നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് അദ്ദേഹം പറയും, എന്താ പറയണത്, "ഗുഡ് ഡേ മൈ ഡോട്ടർ," ശുഭദിനം ആശംസിച്ചിട്ട് അവർ അങ്ങനെ സംസാരിച്ചു തുടങ്ങും. "നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ട് നീ ഇവിടെ വന്നു? നിനക്ക് സുഖമാണോ?" എന്നൊക്കെ ചോദിക്കും. ജസ്റ്റ് എപ്പോഴും എന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ അവിടെ ചെല്ലുമ്പോഴും എന്നോട് ചോദിക്കുമെന്ന് ഇവർ കരുതുകയാണ്. ഇവരിതെല്ലാം ഡേ ഡ്രീം ചെയ്യുകയാണ് കേട്ടോ, സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണ് അവർ. He will settle again in his rocking chair and only then begin to wonder why I have come to see him. Again ആ ചെയറിൽ തന്നെ ഇരുന്നിട്ട് അവർ വീണ്ടും ചോദിക്കും, എന്തിനാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയെന്ന് ചിന്തിക്കും. "You are sure there is nothing amiss?" he will ask suddenly. ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും സഡൻലി. "നോ ഫാദർ, ഓൾ ഇസ് വെൽ." പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ അച്ഛൻ ചോദിക്കും. അപ്പോൾ "ഇല്ല ഫാദർ, ഒരു പ്രശ്നമില്ല" എന്ന് ഞാൻ റിപ്ലൈ കൊടുക്കും. ബട്ട് ദെൻ ജസ്റ്റ് ആസ് ഐ ആം എബൌട്ട് ടു ബ്രേക്ക് മൈ ന്യൂസ് ടു ഹിം, അതിനുശേഷം ഞാൻ എൻ്റെ ഈ സർപ്രൈസ് പൊട്ടിക്കും. അവർ സർപ്രൈസ് എന്താ, നോബൽ പ്രൈസ് കിട്ടി എന്നുള്ള ന്യൂസ് അല്ലേ, അത് ഞാൻ പറയും. I will decide to keep it back just as a while longer and try to indirect approach. I have come to ask you for advice. ഞാനപ്പോൾ എന്ത് പറയും, ഇൻഡയറക്ട്ലി പറയും, ഞാനിവിടെ ഒരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഫാദർ എന്ന് പറയും. I will say, for I am very heavily in debt. എന്താ പറയുക, ഞാൻ പറയും ഞാൻ വളരെയധികം കടബാധ്യത, ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടത്തിലാണ് എന്ന് ഞാൻ പറയും. I am afraid you will not get much help from me in this matter, father will reply. ഫാദർ എന്തായിരിക്കും റിപ്ലൈ പറയാം? One may well say of this place that it has everything except money. അതായത് എന്നിൽ നിന്ന് കൂടുതലായിട്ടുള്ള സഹായമൊന്നും നിനക്ക് കിട്ടില്ല എന്ന് ഫാദർ
ചിലപ്പോൾ റിപ്ലൈ ചെയ്യാം. എന്താണ്, പൈസ ഒഴികെ അവിടെ നിന്ന് പൈസ കിട്ടില്ലല്ലോ, കാരണം അച്ഛൻ മരിച്ചു പാരഡൈസിലാണല്ലേ. അപ്പോൾ പണം അവിടെ നിന്ന് എങ്ങനെ കിട്ടും? പണമല്ലാതെ മറ്റെല്ലാം ഈ സ്ഥലത്തുണ്ടെന്ന് അറിയാം, പക്ഷെ പണം അവിടെ നിന്ന് കിട്ടില്ല. മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ പോയിരിക്കുകയാണല്ലേ. ബട്ട് ഇതെല്ലാം ഇമാജിനേഷൻ ആണ് കേട്ടോ. ശരിക്കും കാണാൻ പോയിട്ടോ അങ്ങനെയൊന്നും അല്ല, അവർ ട്രെയിനിലിരുന്ന് ആലോചിക്കുന്ന കാര്യങ്ങളാണ്. But it is not money that, oh, do you remember how you used to play the piano and sing Bellman's song to us children, and how you would let us read Tegner and Runeberg and Anderson? It was then that I first fell into debt. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? അപ്പോൾ അവർ പറയാണ്, ഒരിക്കലും അത് പൈസയല്ല. ഡു യു റിമെമ്പർ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് ഞങ്ങളെ പിയാനോ പ്ലേ ചെയ്യാൻ പഠിപ്പിച്ചത്? അതുപോലെ ബെൽമാൻ സോങ്സ് ഞങ്ങളെ കൊണ്ട് ബെൽമാൻ സോങ്സ് സിംഗ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ടെഗ്നറിനെയും റൂൺബർഗിൻ്റെയും ആൻഡേഴ്സിൻ്റെയും കൃതികൾ വായിപ്പിച്ചു. അതൊക്കെ ഇറ്റ് വാസ് ദെൻ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കടത്തിൽ വീണത്, അല്ലെങ്കിൽ ഈ കടം എനിക്ക് അപ്പോഴാണ് ഉണ്ടായത്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു തരിക, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടുക? ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചു, ഞങ്ങളെ ഫെയറി ടെയിൽസും അതുപോലെ തന്നെ കഥകളും വായിക്കാൻ പഠിപ്പിച്ചു. ഇതെല്ലാം ഞങ്ങൾ എങ്ങനെ ഈ ഒരു കടങ്ങളെല്ലാം വീട്ടുന്ന ചോദിക്കുന്നത്. Father will straighten up in his rocking chair and a look of wonder will come into his eyes. I am glad that I got you into this debt, he will say. അപ്പം എന്താ പറയുക, ആടുന്ന റോക്കിംഗ് കസേരയിൽ നിവർന്നു നിൽക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണുകളിൽ ഒരു അത്ഭുതം തെളിഞ്ഞു വരും അല്ലേ. നിന്നെ ഈ കടത്തിൽ വീഴ്ത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയും. Yes, you may be right, Father, but then remember that is not all of it. Think of those poor homeless vagabonds who used to travel up and down, playing the fool and singing all those songs. What do I not owe to them, to their mischief and mad pranks? And the old men and women sitting in their small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. It was they who taught me that there is poetry in hard rocks and black forest, and I am in debt not only to people, there is the whole of nature as well. The animals that walk the earth, the birds in the skies, the trees and flowers, they have all told me some of their secrets. അപ്പോൾ അതെ അച്ഛാ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അത് മാത്രമല്ല ഞാൻ ഓർക്കുക. എന്താണ്, സാധാരണ പൂവറായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ കുറിച്ച്, പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വാഗബോൺസിനെ കുറിച്ച്, അതുപോലെ തന്നെ പിന്നെ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അവരുടെ തമാശകൾ അല്ലെ, ഫൂൾ ആൻഡ് സിംഗിങ് ഓൾ ദോസ് സോങ്സ്, അവരാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുക, അതിനെക്കുറിച്ച്. പിന്നെ അതുപോലെ ഓൾഡ് മെൻ ആൻഡ് വിമൺ, ഗ്രേ കോട്ടേജിൽ താമസിക്കുന്ന അതിനെക്കുറിച്ച്. പിന്നെ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്, പിന്നെ അവരാണ് എന്ത് പഠിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. ഹാർഡ് റോക്സിലും ബ്ലാക്ക് ഫോറസ്റ്റിലും പോയട്രി ഉണ്ട്, കവിതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തോട്, ഈ പ്രകൃതിയോട് എനിക്ക് കടപ്പാടുണ്ട്. എന്തിനാ, പിന്നെ അതുപോലെ തന്നെ ആനിമൽസിനോട്, ബേർഡ്സിനോട്, ട്രീസിനോട്, ഫ്ലവേഴ്സിനോട് അവരവരുടെ രഹസ്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ് പറയുന്നത്. കഠിനമായ പാറകളും കറുത്ത കാടുകളിലും എല്ലാം കവിതയുണ്ടെന്ന് പഠിപ്പിച്ചതിന്, അതിനൊക്കെ ഒരു നന്ദി പറയുന്ന പോലെ പറയുന്നതാണ്. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അപ്പം അച്ഛൻ മുമ്പത്തെ പോലെ തന്നെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് പറയാണ്, ഭയപ്പെടേണ്ട മോളെ, നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഇസ് ഫോർ മീ. എൻ്റെ പ്രശ്നം ഞാൻ എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടാണ് ചിന്തിക്കുന്നതെന്ന് താങ്കൾക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല അച്ഛാന്ന് പറയുകയാണ്. ഐ എം ഓൾസോ ഇൻ ഡെബ്റ്റ് ടു മൈ റീഡേഴ്സ്. ഞാൻ എൻ്റെ വായനക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. വാട്ട് വുഡ് have become of me if no one had wanted to read my books? And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. I owe them gratitude, Father, both for their praise and for their censure. അപ്പം എന്താ പറയുന്നത്, എൻ്റെ വായനക്കാരോടും കടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ആരും എൻ്റെ പുസ്തകം വായിക്കാൻ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അപ്പോൾ എല്ലാവരും വായിക്കാൻ ആഗ്രഹിച്ച് വായിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് സ്ഥിതി മാറിയത് അല്ലേ. അപ്പം എന്നെക്കുറിച്ച് എഴുതി എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ലാൻഡ്സ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാവരുടെയും പ്രശംസയ്ക്കും വിമർശനങ്ങൾക്കും നന്ദി ഞാൻ പറയുകയാണെന്നാണ് പറയുന്നത്. ക്രിട്ടിസൈസ് ചെയ്തവരോടും
പ്രൈസ് ചെയ്ത്, അതായത് അവരെ പ്രശംസിച്ചവരോടും വിമർശിച്ചവരോടും നന്ദി പറയുന്നുണ്ട്. യെസ് യെസ് ഫാദർ വിൽ സേ ആൻഡ് ഐ ഷോൾ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അപ്പം അച്ഛൻ അതെ അതെ എന്ന് അച്ഛൻ പറയും, കുറച്ചുകൂടി ശാന്തനാകുന്നത് ഞാൻ കാണും എന്ന് പറയാണ്. ഇതെല്ലാം സൽമാൻ ലാഗർലോഫ് തനിയെ ചിന്തിക്കുന്നതാണ് കേട്ടോ. Remember all who have helped me, Father. I shall say, think of my faithful friend Eselde, who tried to open doors for me when no one dared to believe in me. All the love that has come to me, the honors, the distinctions, do you not understand now that I had to come to you to ask how much debts can be paid? എന്നെ സഹായിച്ച എല്ലാവരെയും ഓർക്കണമെന്ന് ഞാൻ പറയും. ആരും എന്നെ വിശ്വസിക്കാൻ ധൈര്യപ്പെടാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ ശ്രമിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലേ, എസൽഡെ. അവരുടെ കൂടെ നിന്ന ഫ്രണ്ട്. എല്ലാ സ്നേഹവും ബഹുമതികളും ഒക്കെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വീട്ടുക എന്നുള്ളത് ചോദിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഞാനിതൊക്കെ പേ ചെയ്യാന്ന്. ഫാദർ ഹാസ് ലോവർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. അച്ഛൻ തല താഴ്ത്തി പിടിച്ചിരിക്കും, പ്രതീക്ഷകളുള്ളതായിട്ട് തോന്നാത്ത പോലെ തല താഴ്ത്തിയിരിക്കുകയാണ്. ഐ എഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓ എനി വൺ. ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുകയാണ്, നിനക്ക് സഹായം കണ്ടെത്തുക എളുപ്പമായിരിക്കില്ല, പക്ഷെ തീർച്ചയായും എന്താണ്, ദർ ഇസ് നത്തിങ് മോർ യു ഓ എനി വൺ. ഇതിനേക്കാൾ കൂടുതൽ നീ ഒന്നിനും കടപ്പെട്ടിരിക്കുകയില്ലല്ലോ. ഇപ്പം എത്രയും ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട്, അത് ഓക്കെ. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ഇനഫ് ടു ബിയർ ഓൾ ദാറ്റ് ഐ ഓഡ് ബിഫോർ, ബട്ട് മൈ ബിഗ്ഗസ്റ്റ് ഡെപ്റ്റ് ഹാസ് നോട്ട് യെറ്റ് കം, ദാറ്റ് ഇസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അപ്പോൾ അതെ അച്ഛ, ഞാൻ കടപ്പെട്ടിരുന്നതെല്ലാം വഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എൻ്റെ വലിയൊരു കടം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ഉപദേശത്തിനായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരേണ്ടി വന്നത് എന്ന് പറയാണ്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. ഇനിയും കടമോ? ഫാദർ വിൽ സേ. ഓ യെസ്, ഐ വിൽ റിപ്ലൈ, ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി. ഫാദർ വിൽ സേ ബട്ട്. അപ്പോൾ പിന്നീട് പറയുന്നത് അക്കാദമി വിശ്വസിക്കാൻ കഴിയുന്നില്ല. Father will say, but looking at me and seeing my face, he will know it is all true. And then every wrinkle in his face will tremble and tears will come into his eyes. അപ്പോൾ അദ്ദേഹം ഇവളുടെ ഈ ഒരു സെൽമയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് മുതൽ ഓരോ ചുളിവുകളും അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരും. Think, Father, it is not only honor and money they are bestowing me. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? അപ്പോൾ ഈ സ്വീഡിഷ് അക്കാഡമിയാണ് പ്രൈസ് കൊടുക്കുന്നത്, നൊബേൽ പ്രൈസ് ആയിട്ട് സ്വീഡിഷ് അക്കാഡമിയാണ് കൊടുക്കുന്നത്. സ്വീഡിഷ് അക്കാഡമിയോടുള്ള കടം ഞാൻ എങ്ങനെ വീട്ടും? അല്ലെങ്കിൽ അവരല്ലേ എനിക്കിത് തരുന്നത്, അല്ലെ? അവരാണ് എനിക്ക് ബഹുമതി തരുന്നത്, പണം തരുന്നത്. പണവും കിട്ടും, ബഹുമതിയും കിട്ടും കേട്ടോ. അവരെന്നെ വിശ്വസിച്ചു. ഈ ലോകത്തിന് മുന്നിൽ കുറേ ആളുകളുടെ മുന്നിൽ നമ്മളെ മാത്രം ഒറ്റയ്ക്ക് എടുത്ത് കാണിക്കുന്ന രൂപത്തിൽ ഒരു അവാർഡ് എനിക്ക് കിട്ടുകയാണ് അല്ലേ. എങ്ങനെ ഞാൻ ഈ കടം റീപേ ചെയ്യും? Father will sit and still no words will come as he thinks. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. ഫാദർ അപ്പോഴും അവിടെ ഇരിക്കുകയാണ്. സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. അദ്ദേഹം ചിന്തിക്കുന്ന പോലെ വാക്കുകളൊന്നും വന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുകൾ തുടച്ച് സന്തോഷം അല്ലേ. ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ ആൻഡ് സേ, ആ റോക്കിംഗ് ചെയറിൻ്റെ ഇതിലിങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ്, ഐ വിൽ നോട്ട് റാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് പ്രോബ്ലംസ് ദാറ്റ് നോ വൺ ഇൻ ഹെവൻ. എന്താ പറയുന്നത്? ആ ആടുന്ന കസേരയുടെ കയ്യിൽ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പറയുകയാണ്, സ്വർഗത്തിലോ ഭൂമിയിലോ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ തലച്ചോറ് ഇട്ട്, അതായത് നമുക്ക് പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മളുടെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിനിനെ വർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഡിസ്റ്റർബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, തലച്ചോറിനെ അലട്ടുകയില്ല. ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ലാത്ത വിധം നിനക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. Okay, then I am too happy that you have been given the Nobel Prize to worry about nothing. Your Majesties, Your Royal Highness, ladies and gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy.
അപ്പം എന്താ പറയുന്നത്? അത് വാങ്ങുന്ന സമയത്ത് പറയുന്നതാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ എന്ത് ചെയ്യാന്ന് എല്ലാ ചോദ്യങ്ങൾക്കും മികച്ച ഉത്തരം ലഭിച്ചിട്ടില്ലാത്തതിനാൽ എന്താണ് ഈ ബഹുമതി, എനിക്ക് ഈ ബഹുമതി ലഭിച്ച ഈ ആഘോഷത്തിൽ എന്നോടൊപ്പം നിങ്ങളും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരവിടെ നിർത്തുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി ആയിട്ട് ഇത് ഞാൻ ഓരോ ലൈൻ ബൈ ലൈൻ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തത്തിലാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലാതെ ഫുള്ളായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ പഠിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഫുള്ളായിട്ടുള്ള സ്റ്റോറി എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക. സൽമാൻ ലാഗർലോഫ് മരിച്ചുപോയ അച്ഛൻ സ്വർഗത്തിലോ നരകത്തിലോ പാരഡൈസിലാണ്, അവരെ കാണാൻ പാരഡൈസിൽ പോയി ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ഫാദറിൻ്റെ പക്കൽ നിന്ന് മറുപടി ലഭിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ആക്ച്വലി ഇത്. അപ്പോൾ കഥയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.